വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ടെലിവിഷൻ സീരീസ് എവർ പ്രൊഡ്യൂസ്ഡ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു ടെലിവിഷൻ സീരീസ് ആണ് ഗെയിം ഓഫ് ത്രോൺസ്. ഗെയിം ഓഫ് ത്രോൺസിന്റെ പ്രീക്വലായ ഹൗസ് ഓഫ് ഡ്രാഗൺസിന്റെ രണ്ടാമത്തെ സീസണിലെ ആദ്യത്തെ എപ്പിസോഡ് കഴിഞ്ഞ ആഴ്ചയാണ് റിലീസ് ചെയ്തത്. ഹൗസ് ഓഫ് ഡ്രാഗൺസിന്റെ ആദ്യ സീസൺ പുറത്തിറങ്ങിയത് 2 വർഷം മുൻപാണ്. 10 എപ്പിസോഡ് നീണ്ടു നിൽക്കുന്ന ഒരു സീസൺ ആയിരുന്നു അത്. 10 എപ്പിസോഡുകൾ, ഒരുപാട് പുതിയ കഥാപാത്രങ്ങൾ. ഹൗസ് ഓഫ് ഡ്രാഗൺസിന്റെ രണ്ടാമത്തെ സീസൺ കാണാൻ പോകുന്നവർക്കായി ആദ്യ സീസണിൽ സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ ഒരു ക്വിക്ക് റീക്യാപ്പ് ആണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ സീസണിലെ ഓരോ എപ്പിസോഡിലെയും കാര്യങ്ങൾ വിശദീകരിച്ച് പറയുകയല്ല ഈ വീഡിയോയിൽ ചെയ്യുന്നത്. നമ്മൾ രണ്ടാം സീസൺ കാണാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട സംഭവങ്ങൾ അതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ കവർ ചെയ്യുന്നത്. വെൽക്കം ടു സ്റ്റോറീസ് വിത്ത് കിരൺ. ഗെയിം ഓഫ് ത്രോൺസിനേക്കാൾ 200 വർഷം മുൻപുള്ള കാലഘട്ടമാണ് ഹൗസ് ഓഫ് ഡ്രാഗൺസിൽ പറയുന്നത്. ഹൗസ് ഓഫ് ഡ്രാഗൺസ് തുടങ്ങുമ്പോൾ പുതിയ രാജാവിനെ തിരഞ്ഞെടുക്കാനായി ഹാരൻ ഹാളിൽ ഗ്രേറ്റ് കൗൺസിൽ കൂടുകയാണ്. രാജാവായിരുന്ന ജെഹേരിസ് ടർഗാരിയൻ ഒന്നാമൻ മരണപ്പെട്ടു. രാജാവിന്റെ സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചവരിൽ പ്രധാനികൾ 2 പേരാണ്, റെയ്നിസ് ടർഗാരിയനും വിസേരിസ് ടർഗാരിയനും. വെസ്റ്റ്രോസിന്റെ രാജപദത്തിലേക്ക് കൂടുതൽ അവകാശം റെനീസ് ടർഗാരിയൻ ആയിരുന്നെങ്കിലും അവർ ഒരു സ്ത്രീയാണെന്ന കാരണത്താൽ ഗ്രേറ്റ് കൗൺസിൽ തെരഞ്ഞെടുത്തത് വിസേരിസിനെയാണ്. അങ്ങനെ വിസേരിസ് ടർഗാരിയൻ വെസ്റ്റ്രോസിന്റെ അടുത്ത രാജാവാകുന്നു. അവിടെയാണ് ഹൗസ് ഓഫ് ഡ്രാഗൺസിന്റെ കഥ ആരംഭിക്കുന്നത്. വിസേരിസിന്റെ ഭരണകാലം പൊതുവെ സമാധാനം നിറഞ്ഞതായിരുന്നു. പക്ഷേ അടുത്ത രാജാവായി അവരോധിക്കാൻ ഒരു ആൺകുഞ്ഞിനെ മാത്രം അദ്ദേഹത്തിന് ലഭിച്ചില്ല. അദ്ദേഹത്തിന് ആകെയുള്ളത് ഒരു പെൺകുട്ടിയായിരുന്നു, റെനേര ടർഗാരിയൻ. ഒരു ആൺകുഞ്ഞിനായി തീവ്രമായ ശ്രമങ്ങൾ നടന്നു. ഒടുവിൽ പ്രസവത്തിനിടയിൽ അദ്ദേഹത്തിന്റെ ഭാര്യ എമ്മാരയൻ മരിക്കുന്നതോടെ അദ്ദേഹത്തിന്റെ അവസാന ആശയം വിഫലമായി. നേരത്തെ റെനീസ് ടർഗാരിയനെ ഒഴിവാക്കി വിസേരിസിനെ തെരഞ്ഞെടുത്ത അതേ ലോജിക്ക് വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ അടുത്തതായി രാജാവാകേണ്ടത് വിസേരിസിന്റെ സഹോദരനായ ഡേമൺ ടർഗാരിയനാണ്. പക്ഷേ ഡേമനെ ഭരണമേൽപ്പിക്കാൻ ആർക്കും താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം ഡേമൺ തികഞ്ഞ അക്രമവാസനയുള്ള ഒരു മനുഷ്യനായിരുന്നു. ഒരു രാജ്യം ഭരിക്കാൻ വേണ്ട പക്വത ഡേമണിലില്ലെന്ന കാര്യം വിസേരിസിനും അറിയാമായിരുന്നു. എന്നാൽ ഡേമണ് അയൺ ത്രോണിൽ ഒരു കണ്ണുണ്ടായിരുന്നു എന്നതാണ് സത്യം. അതുകൊണ്ടാണ് പ്രസവത്തിനിടയിൽ കുഞ്ഞു മരിച്ചപ്പോൾ ബ്രോത്തലിലിരുന്ന് ഡേമൺ അതിനെ കളിയാക്കുന്നത്. ഇതറിഞ്ഞ വിസേരിസ് ഡേമണിനെ നാടുകടത്തുകയും ചെയ്തു. അതിനുശേഷം തന്റെ ഒരേയൊരു മകളായ റെനേരയെ വിസേരിസ് അനന്തരാവകാശിയായി പ്രഖ്യാപിക്കുന്നു. സ്മോൾ കൗൺസിലിനുള്ളിൽ തന്നെ അതിന് എതിർപ്പുകൾ ഉണ്ടായിരുന്നു. കാരണം ഇതുവരെ വെസ്റ്ററോസ് ഒരു സ്ത്രീ ഭരിച്ചിട്ടില്ല. ഒരു സ്ത്രീയാണ് ഭരണത്തിലേറുന്നതെങ്കിൽ ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാകുമെന്നും രാജ്യം കീറിമുറിക്കപ്പെടുമെന്നും സ്മോൾ കൗൺസിൽ കരുതുന്നു. എങ്കിലും വിസേരിസിനെ എതിർക്കാൻ ആരും തയ്യാറാവുന്നില്ല. എന്നാൽ ഈ സംഭവത്തോടു കൂടി രാജ്യത്തിലെ പ്രധാന ഹൗസുകൾ മറ്റൊരു കാര്യം തീരുമാനിക്കുന്നു. ഭാര്യ നഷ്ടപ്പെട്ട വിസേരിസിനെ വീണ്ടും കല്യാണം കഴിപ്പിക്കുക. കിങ്ങിന്റെ ഹാൻഡായ ഒട്ടോ ഹൈറ്റവർ സ്വന്തം മകളായ ആലിസന്റിനെ ആ ഒരു ലക്ഷ്യത്തോടു കൂടി വിസേരിസിന്റെ അടുത്തേക്ക് അയക്കുന്നു. വെസ്റ്റ്രോസിലെ ഏറ്റവും സമ്പന്നമായ ഹൗസും രാജാവിന്റെ മാസ്റ്റർ ഓഫ് ഷിപ്സുമായ ലോർഡ് കോർലിസ് വെലാരിയോൺ തന്റെ മകളായ ലേനയെ രാജാവിന് ആലോചിക്കുന്നു. രാജ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വെലാരിയോൺസുമായുള്ള ബന്ധമാണ് നല്ലതെന്ന ഉപദേശം വിസേരിസിന് കിട്ടുന്നുണ്ടെങ്കിലും വിസേരിസ് തിരഞ്ഞെടുക്കുന്നത് ആലിസന്റിനെയാണ്. അവർ വിവാഹം കഴിക്കുന്നു. പിന്നീട് ഒരു ടൈം ജമ്പാണ്. വിസേരിസിനും ആലിസന്റിനും ഒരു ആൺകുഞ്ഞു പിറക്കുന്നു, ഏഗൻ ടർഗാരിയൻ രണ്ടാമൻ. അങ്ങനെ വിസേരിസിന് ഒരു ആൺകുഞ്ഞുണ്ടായതോടെ തന്നെ മാറ്റി ഏഗൻ രണ്ടാമനെ ഭാവി രാജാവാക്കുമെന്ന് റെനേര കരുതുന്നു. അത് അവളുടെ മനസ്സിനെ വല്ലാതെ ബാധിക്കുന്നുമുണ്ട്. ഏകദേശം ഇതേ സമയത്ത് തന്നെ ഡേമൺ തിരിച്ചെത്തുകയും ചെയ്യുന്നുണ്ട്. രാജ്യത്തേക്ക് തിരിച്ചെത്തിയ ഡേമണുമായി ഒരു ബ്രോത്തലിൽ വെച്ച് റെനേരയെ അരുതാത്ത സാഹചര്യത്തിൽ കണ്ടുവെന്ന് ഒരു ചാരൻ ഒട്ടോ ഹൈറ്റവറിനെ അറിയിക്കുന്നുണ്ട്. ഈ കാര്യം ഒട്ടോ രാജാവിനെ അറിയിക്കുന്നു. എന്നാൽ ഇത് രാജാവ് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. ഈ സംഭവം അറിഞ്ഞ ആലിസൺ റെനേരയോട് ഈ കാര്യം നേരിട്ട് ചോദിക്കുന്നു. എന്നാൽ അത് റെനേര നിഷേധിക്കുന്നു. എന്നാൽ ഇതേ സമയം തന്നെ റെനേരയും കിങ്സ് ഗാർഡായ സർ ക്രിസ്റ്റ്യൻ കോളുമായി ഒരു ബന്ധമുണ്ടാവുന്നുണ്ട്. ഡേമണുമായി അരുതാത്തൊരു സാഹചര്യത്തിൽ റെനേരയെ കണ്ടുവെന്ന കാര്യം വിസേരിസ് പൂർണ്ണമായി വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും റെനേരയെ വിവാഹം കഴിക്കാനായി വിസേരിസ് നിർബന്ധിക്കുന്നു. താൻ വിവാഹം കഴിക്കണമെങ്കിൽ തന്റെ കൊച്ചുമകനായ ഏഗൻ രണ്ടാമനെ രാജാവാക്കാനായി വ്യക്തിഗത താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒട്ടോയെ ഹാൻഡിന്റെ സ്ഥാനത്ത് നീക്കണമെന്ന് റെനേര ആവശ്യപ്പെടുന്നു. അക്കാര്യം വിസേരിസ് സമ്മതിക്കുകയും ഒട്ടോയെ ഹാൻഡിന്റെ സ്ഥാനത്ത് നിന്ന് നീക്കുകയും ചെയ്യുന്നു. പകരം ഹാൻഡ് ആവുന്നത് ലിയോണൽ സ്ട്രോങ് ആണ്. ഇതേ സമയം തന്നെ ലിയോണൽ സ്ട്രോങ്ങിന്റെ ഒരു മകനായ ലാരി സ്ട്രോങ് ആലിസന്റുമായി സൗഹൃദം സ്ഥാപിക്കുന്നുമുണ്ട്. ഈ ലാരി സ്ട്രോങ്ങിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് നമുക്ക് ഗെയിം ഓഫ് ത്രോൺസിലെ ലിറ്റിൽ ഫിംഗർ, അതായത് ലോർഡ് ബെയിലിഷിന്റെ ക്യാരക്ടറുമായി സാമ്യപ്പെടുത്താവുന്ന ഒന്നാണ്. റെനേരയ്ക്കായി വിസേരിസ് കണ്ടെത്തുന്നത് ലോർഡ് കോർലിസ് വെലാരിയോന്റെ മകനായ ലേനറിനെയാണ്. അവർ പരസ്പരം സംസാരിക്കുന്നു. ആ സംസാരത്തിൽ റെനേരയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നു. ലേനർ ഒരു സ്വർഗാനുരാഗിയാണ്. ഈ കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ റെനേര വിവാഹത്തിന് സമ്മതിക്കുന്നു. എന്നിട്ട് അവർ തമ്മിൽ ഒരു രഹസ്യ ഉടമ്പടിയും ഉണ്ടാക്കുന്നുണ്ട്. രാജ്യത്തിന്റെ താല്പര്യത്തിനായി നമുക്ക് വിവാഹം കഴിക്കാം, എന്നിട്ട് വിവാഹത്തിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടാം. ലേനറും അത് സമ്മതിക്കുന്നു. ഈ സമയത്ത് തന്നെ റെനേരയോട് അഗാധമായ പ്രണയത്തിലായ സർ ക്രിസ്റ്റ്യൻ കോൾ ഈ രാജ്യം ഉപേക്ഷിച്ചു പോകാൻ അവളെ നിർബന്ധിക്കുന്നു. എന്നാൽ അവളത് അംഗീകരിക്കുന്നില്ല. ലേനറുമായുള്ള രഹസ്യ ഉടമ്പടിയെ പറ്റി ക്രിസ്റ്റ്യനോട് പറയുമെങ്കിലും ക്രിസ്റ്റ്യൻ അതിന് താല്പര്യപ്പെടുന്നില്ല. പിന്നീട് അലിസണിനോട് താനും റെനേരയുമായുള്ള ബന്ധത്തെപ്പറ്റി ക്രിസ്റ്റ്യൻ തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ക്രിസ്റ്റ്യന് റെനേരയോടുള്ള സ്നേഹം പകയായി മാറുന്നു. ഒരിക്കലും റെനേര അയൺ ത്രോണിൽ ഇരിക്കരുതെന്ന ലക്ഷ്യത്തോടെ അയാൾ ആലിസണിനൊപ്പം ചേരുന്നു. റെനേരയുടെയും ലേനറുടെയും വിവാഹ ദിവസം വന്നെത്തുകയാണ്. ആ ദിവസം തന്റെ എതിർപ്പ് പ്രകടമാക്കിക്കൊണ്ട് ആലിസന്റെ സദസ്സിലേക്ക് വന്നെത്തുന്നത് ഹൈടവർ ഹൗസിന്റെ വോർ കളറായ പച്ച നിറത്തിലുള്ള ഗൗൺ അണിഞ്ഞുകൊണ്ടാണ്. ആ ദിവസം തന്നെ വിവാഹ പരിപാടികൾക്കിടയിൽ
ലേനറിന്റെ കാമുകനെ സർ ക്രിസ്റ്റൻ കോൾ അടിച്ചു കൊല്ലുകയും ചെയ്യുന്നു. പിന്നീട് ഒരു ടൈം ജമ്പാണ്. പിന്നീട് നമ്മൾ കാണുമ്പോൾ റെനീറയ്ക്ക് 3 കുട്ടികളുണ്ട്. ആ കുട്ടികൾ ലേനർ വെലാരിയോണിൽ ഉണ്ടായതല്ല, മറിച്ച് കിങ്ങിന്റെ ഹാൻഡായ ലിയോണൽ സ്ട്രോങ്ങിന്റെ മറ്റൊരു മകനായ ഹാർവിൻ സ്ട്രോങ്ങിൽ ഉണ്ടായതാണ് എന്നത് പരസ്യമായ ഒരു രഹസ്യമാണ്. ഇതേ സമയം തന്നെ വിസേരിസിന്റെ സഹോദരനായ ഡേമൻ ടർഗാരിയൻ ലേന വെലാരിയോണിനെ വിവാഹം കഴിച്ച് അവർക്ക് ഇരട്ടക്കുട്ടികളും ഉണ്ടാവുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം സർ ക്രിസ്റ്റൻ കോളും ഹാർവിൻ സ്ട്രോങ്ങും തമ്മിൽ വഴക്കുണ്ടാവുന്നു. അതിന് കാരണം റെനീറയുടെ കുട്ടികളുടെ പിതൃത്വത്തെ സർ ക്രിസ്റ്റൻ കോൾ ചോദ്യം ചെയ്തതാണ്. ഈ പ്രശ്നമുണ്ടായ ഉടനെ ഹാർവിനെ ലിയണൽ സ്ട്രോങ് തിരിച്ച് ആരൻ ഹാളിലേക്ക് അയക്കുന്നു. അതിനായി സർ ലിയണൽ സ്ട്രോങ് കൂടെ പോകുന്നുമുണ്ട്. ഇതേ സമയം തന്നെ ഓട്ടോ ഹൈറ്റവർ തന്റെ അരികിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ആലിസൺ ലാരി സ്ട്രോങ്ങിനോട് പങ്കുവയ്ക്കുന്നു. ഇത് കേട്ട് ലാരി സ്ട്രോങ് തന്റെ അച്ഛനെയും സഹോദരനെയും ഹാരൻ ഹാളിൽ വെച്ച് കൊലപ്പെടുത്തുന്നു. ഇതോടെ ഓട്ടോ ഹൈറ്റവർ ഹാൻഡായി തിരിച്ചെത്തുകയും ചെയ്യുന്നു. ഈ സംഭവം നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ലേന ടർഗേറിയന് പ്രസവ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും അവൾ ആത്മഹത്യ ചെയ്യുന്നതും. അതോടെ ഈ കുടുംബങ്ങളെല്ലാം ലേന ടർഗാരിയന്റെ സംസ്കാരത്തിനായി ഡ്രിഫ്റ്റ് മാർക്കിൽ, അതായത് വെലാരിയോൺസിന്റെ ക്യാപിറ്റലായ ഡ്രിഫ്റ്റ് മാർക്കിൽ എത്തുന്നു. ഇവിടെ വെച്ച് പ്രധാനമായും 2 സംഭവങ്ങളാണ് ഉണ്ടാവുന്നത്. ഒന്ന്, റെനീറയും ഡേമണും തമ്മിൽ വീണ്ടും അടുക്കുന്നു. ഡേമണിനെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം റെനീറ തുറന്നു പറയുന്നു. ലേന വെലാരിയോന്റെ ഡ്രാഗൺ ആയിരുന്ന വേഗർ ആയിരുന്നു വെസ്റ്റ്രോസിലെ ഏറ്റവും വലിയ ഡ്രാഗൺ. ആ ഡ്രാഗണെ വിസേരിസിന്റെയും ആലിസന്റിന്റെയും 2ാമത്തെ മകനായ ഏമൺ സ്വന്തമാക്കുന്നു. ഈ സംഭവം പറഞ്ഞ് ലേനയുടെ കുട്ടികളും റെനീറയുടെ കുട്ടികളും ഏമണ്ടും തമ്മിൽ വഴക്കുണ്ടാവുന്നു. റെനീറയുടെ 2ാമത്തെ മകനായ ലുസേരിസ് ഏമണിന്റെ കണ്ണിന് സാരമായി മുറിവേൽപ്പിക്കുകയും ഏമണിന് ഒരു കണ്ണ് നഷ്ടമാവുകയും ചെയ്യുന്നു. ഈ 2 സംഭവങ്ങളാണ് അന്ന് ഡ്രിഫ്റ്റ് മാർക്കിൽ ഉണ്ടായത്. റെനീറയ്ക്ക് സ്വന്തം മകളായ ഡേമണിനെ വിവാഹം കഴിക്കാം, കാരണം ടർഗേറിയൻ ട്രഡീഷൻ അതിന് അനുവദിക്കുന്നുണ്ട്. എന്നാൽ അതിനൊരു പ്രതിബന്ധമുള്ളത് റെനീറയുടെ ഭർത്താവായ ലേനർ വെലാരിയൻ ആണ്. അങ്ങനെ അവർ ലേനർ കൊല്ലപ്പെട്ടു എന്ന രീതിയിൽ ഒരു നാടകം കളിക്കുകയും ലേനറിനെ രക്ഷപ്പെടാൻ സഹായിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ പ്രതിബന്ധവും ഇല്ലാതായതോടുകൂടി റെനീറയും ഡേമണും വിവാഹം കഴിക്കുന്നു. പിന്നീട് വീണ്ടും ഒരു ടൈം ജമ്പാണ്. പിന്നീട് നമ്മൾ കാണുന്നത് വിസേരിസിന്റെ ആരോഗ്യം വല്ലാതെ ക്ഷയിച്ചിരിക്കുന്നു. രാജ്യത്തെ കാര്യങ്ങൾ നടത്തുന്നത് ഒട്ടോ ഹൈറ്റവറും ആലിസൺ ഹൈറ്റവറും ചേർന്നാണ്. ലോർഡ് കോർലിസ് വെലാരിയോണിന് സ്റ്റെപ്പ് സ്റ്റോൺസിലുണ്ടായ യുദ്ധത്തിൽ സാരമായി പരിക്കുപറ്റുന്നു. റെയ്നിസ് ആണ് ഇപ്പോൾ ഡ്രിഫ്റ്റ് മാർക്ക് നയിക്കുന്നത്. അടുത്തതായി ഡ്രിഫ്റ്റ് മാർക്കിൽ അധികാരമേൽക്കാൻ പോകുന്നത് ലേനർ വെലാരിയോന്റെയും റെനീറ ടർഗാരിയന്റെയും 2ാമത്തെ മകനായ ലുസേരിസ് ടർഗാരിയനാണ്. എന്നാൽ കോർലിസിന്റെ സഹോദരനായ വേമൻ വെലാരിയോൺ അതിനെ എതിർക്കുന്നു. ഒട്ടോയും ആലിസന്റെയും കൂട്ടുപിടിച്ച് ഡ്രിഫ്റ്റ് മാർക്ക് സ്വന്തമാക്കാൻ അയാൾ ശ്രമിക്കുന്നു. എന്നാൽ വിസേരിസ് ടർഗാരിയൻ വേമണിന്റെ എല്ലാ പ്രതീക്ഷയും തകിടം മറിച്ചുകൊണ്ട് റെനീറയുടെ കുട്ടികൾ ലെജിറ്റിമേറ്റ് ആണെന്ന് പ്രഖ്യാപിക്കുന്നു. ആ സദസ്സിൽ വെച്ച് റെനീറയുടെ കുട്ടികളെ ബാസ്റ്റാർഡ് എന്നും റെനീറെ ഹോറെന്നും വിശേഷിപ്പിച്ചതിന് ഡേമൺ വേമണ്ടിന്റെ തലയറക്കുന്നു. തന്റെ അവസാന ദിനം അടുത്തു എന്നറിഞ്ഞ വിസേരിസ് ഒരു ഫാമിലി ഡിന്നർ സംഘടിപ്പിക്കുന്നു. എന്നാൽ അതിനിടയിലും റെനീറയുടെ കുട്ടികളും ആലിസന്റെ കുട്ടികളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അതോടെ റെനീറ തിരിച്ച് ഡ്രാഗൺ സ്റ്റോണിലേക്ക് പോകുന്നു. പിന്നീട് തന്റെ മരണക്കിടക്കയിൽ വെച്ച് വിസേരിസ് അവസാനമായി പറയുന്നത് ഏഗന്റെ സ്വപ്നത്തെ പറ്റിയാണ്, ദ സോങ് ഓഫ് ഐസ് ആൻഡ് ഫയർ. അത് ടർഗാരിയൻ ഭരണാധികൾ കാലങ്ങളായി കൈമാറി വരുന്ന ഒരു രഹസ്യമാണ്. അതായത് ഭാവിയിൽ വെസ്റ്ററോസ് ഡാർക്ക് ഫോഴ്സസിനെ നേരിടേണ്ടി വരും. എന്നാൽ ആ സമയത്ത് എല്ലാ ഹൗസസും ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ ആ ഡാർക്ക് ഫോഴ്സസിനെ തോൽപ്പിക്കാനാവൂ. ഈ പ്രൊഫസിയാണ് ഗെയിം ഓഫ് ത്രോൺസിൽ യാഥാർത്ഥ്യമാവുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ച് തന്റെ മരണശൈലിയിൽ കിടക്കുമ്പോൾ വിസേരിസ് പറയുന്നു, ഏഗൺസ് ഡ്രീം, ദ പ്രിൻസ് ഹു ഹാസ് പ്രോമിസ്ഡ്. ഇങ്ങനെയൊക്കെ വിസേരിസ് മരണശൈലിയിൽ കിടന്ന് പറഞ്ഞു. ഇത് കേട്ട ആലിസണിന് റെനീറയ്ക്ക് പകരം തങ്ങളുടെ മകനായ ഏഗൺ 2ാമനെ രാജാവാക്കണമെന്നാണ് വിസേരിസിന്റെ അവസാന ആഗ്രഹമെന്ന് തോന്നി. അന്ന് രാത്രി തന്നെ വിസേരിസ് മരണപ്പെട്ടു. ഉടൻ തന്നെ സ്മോൾ കൗൺസിൽ കൂടുകയും വിസേരിസിന്റെ അവസാന ആഗ്രഹം ഏഗോണിനെ രാജാവാക്കണമെന്നതാണെന്ന് ആലിസന്റ് അവരോട് പറയുകയും ചെയ്തു. എന്നാൽ ഇതിനോടകം തന്നെ ഒട്ടോ ഹൈറ്റവറും കൂട്ടരും ആലിസന്റ് അറിയാതെ ഏഗോണിനെ രാജാവാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. ഏഗോണിന് ഒരു എതിരാളി ഉണ്ടാവാതിരിക്കാനായി റെനീറയും കുടുംബത്തെയും അവസാനിപ്പിക്കാനായിരുന്നു ഓട്ടോയുടെ പദ്ധതി. എന്നാൽ ആലിസന്റ് അതിനോട് യോജിച്ചില്ല. കാരണം റെനീറയും കുടുംബത്തെയും അവസാനിപ്പിക്കാതെ തന്നെ ഏഗോൺ രാജാവാകുന്നതായിരുന്നു ആലിസന്റിന് ആഗ്രഹം. ഇതേ സമയം തന്നെ റേനിസിനെ തങ്ങളുടെ വശത്തെത്തിക്കാനും ആലിസന്റ് ഒരു ശ്രമം നടത്തി. എന്നാൽ റേനിസ് അതിന് കൂട്ടാക്കിയില്ല. അതുകൊണ്ട് തന്നെ റേനിസിനെ ആലിസന്റും കൂട്ടരും തടവിലാക്കി. അധികം വൈകാതെ തന്നെ ഏഗോൺ 2ാമനെ രാജാവായി പ്രഖ്യാപിക്കുകയും കിരീടധാരണം നടത്തുകയും ചെയ്തു. എന്നാൽ ആ ചടങ്ങിന്റെ അവസാനം റേനിസ് രക്ഷപ്പെടുകയും ഡ്രാഗൺ സ്റ്റോണിലെത്തി റെനീറയോട് കാര്യങ്ങൾ പറയുകയും ചെയ്തു. ഡ്രാഗൺ സ്റ്റോണിൽ വെച്ച് വെസ്റ്ററോസിന്റെ ചരിത്രത്തിലെ ആദ്യ രാജ്ഞിയായി അവർ സ്വയം അവരോധിച്ചു. ഡ്രാഗണുകളുടെ എണ്ണത്തിൽ റെനീറയ്ക്കായിരുന്നു മുൻതൂക്കം. അതിനാൽ തന്നെ ഡ്രാഗണുകളുമായി യുദ്ധത്തിനിറങ്ങാൻ ഡേമൺ ആവശ്യപ്പെട്ടു. പക്ഷേ റെനീറ അതിനൊരുക്കമല്ലായിരുന്നു. ഡ്രാഗണുകൾ യുദ്ധമുഖത്തേക്ക് ഇറങ്ങിയാൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നഗരങ്ങൾ ചാമ്പലാവും. അങ്ങനെ ഒരു കൂട്ടം ചാരത്തിന് നടുവിലിരുന്ന് ഭരിക്കാൻ റെനീറയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. രക്തച്ചൊരിച്ചിൽ ഇല്ലാതെ തന്നെ ഇതിനൊരു അവസാനം ഉണ്ടാവണമെന്ന് റെനീറ ആഗ്രഹിച്ചു. അതിനായി വെസ്റ്ററോസിലുള്ള മറ്റുള്ള ഹൗസുകളുടെ പിന്തുണ നേടാൻ അവർ തീരുമാനിച്ചു. ഇതേ സമയം തന്നെ കിങ്സ് ലാൻഡിങ്ങിൽ ഒട്ടോയും കൂട്ടരും ബാക്കിയുള്ള ഹൗസുകളുടെ പിന്തുണ നേടാൻ ആരംഭിച്ചിരുന്നു. വെസ്റ്ററോസിലെ പ്രധാനപ്പെട്ട ഹൗസുകളായ സ്റ്റാർക്കിന്റെയും ബരാത്തിയോന്റെയും പിന്തുണ നേടാനായി റെനീറ തന്റെ മക്കളായ ജെഹേരിസിനെയും ലുസേരിസിനെയും അയച്ചു. ജെഹേരിസ് വിന്റർഫെല്ലിലേക്കും ലുസേരിസ് സ്റ്റോംസെന്റിലേക്കുമായിരുന്നു പോയത്. ബരാത്തിയോന്റെ ആസ്ഥാനമായ സ്റ്റോംസെന്റിൽ ലുസേരിസ് എത്തിയപ്പോഴേക്കും ഏമണ്ട് വേഗറുമായി അവിടെ എത്തിയിരുന്നു.
വിവാഹ വാഗ്ദാനം നൽകി ഏമഡ് ബരാത്തിയോണിന്റെ പിന്തുണ നേടുകയും ചെയ്തു. അവിടെ നിന്ന് ലുസേരിസ് തിരിച്ച് ഡ്രാഗൺ സ്റ്റോളിലേക്ക് മടങ്ങി. തിരികെ പോകും വഴി ലുസേരിസിനെ ഏമൺ തന്റെ ഡ്രാഗണായ വാഗാറിൽ പിന്തുടർന്നു. തന്റെ ഒരു കണ്ണ് നഷ്ടപ്പെടുത്തിയതിന് ലുസേരിസിനെ ഒന്ന് പേടിപ്പിക്കണം എന്ന് മാത്രമായിരുന്നു ഏമണ്ടിന്റെ ചിന്ത. എന്നാൽ കളി കൈവിട്ടു. വെസ്റ്ററോസിലെ തന്നെ ഏറ്റവും വലിയ ഡ്രാഗണായ വേഗാറിനെ തന്റെ വരുതിക്ക് നിർത്താൻ ഏമണ്ടിനായില്ല. വേഗർ ലുസേരിസിനെയും ലുസേരിസിന്റെ ഡ്രാഗണയും ആക്രമിച്ചു. ഇരുവരെയും കൊലപ്പെടുത്തുകയും ചെയ്തു. ലുസേരിസിന്റെ മരണവിവരം ഡേമൺ റെനേറയോട് പറയുന്നിടത്താണ് ഹൗസ് ഓഫ് ഡ്രാഗൺസിന്റെ ആദ്യ സീസൺ അവസാനിക്കുന്നത്. അവസാന സീനിൽ കണ്ണുകളിൽ പക കത്തി നിൽക്കുന്ന റെനേറയെ നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തെ സീസണിൽ ടീം ബ്ലാക്കും ടീം ഗ്രീനും, അതായത് ടർഗേറിയനും ഹൈറ്റവറും തമ്മിലുള്ള ആഭ്യന്തര യുദ്ധമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റോറീസ് വിത്ത് കിരൺ.